Hi, hello everyone. Welcome or welcome back to my channel, Cozy Lips. I'm Deeshma. And ഇത് എൻ്റെ ഈ ചാനലിലെ എൻ്റെ ഫസ്റ്റ് ഫേസ് റിവീലിംഗ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്യണത്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. സോ പ്ലീസ് എക്സ്ക്യൂസ് ഓൾ ദീസ്, ഓക്കെ. ആൻഡ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനത്തെ എന്നല്ല, ഈ ഒരു ചാനലിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ കുറച്ച് മൈൻഡ് ഔട്ട് ആയിപ്പോയി, ഓവർ തിങ്ക് ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. എന്താന്നുള്ളത് ഞാൻ പറയാട്ടോ. അപ്പം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആകാറായിട്ടുണ്ട്. മെയിൻലി ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ക്രോഷേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാം. എനിക്ക് വീഡിയോ എടുക്കുന്ന എഡിറ്റ് ചെയ്യുന്ന ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു എഫോർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഈ ചെയ്യുന്ന ഒന്നും കറക്റ്റ് ആവുന്നില്ല, വീഡിയോസ് ശരിയല്ല, അതേപോലെ ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം ഞാൻ തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ക്രോഷേ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രോഷേ എന്ന് പറയുമ്പം എനിക്ക് ചെയ്യുമ്പം ഭയങ്കരമായിട്ട്, ഇപ്പം ക്രോഷേ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല. ക്രോഷേ ചെയ്യുമ്പം എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വിചാരിക്കും വീഡിയോ ചെയ്താലോ, പിന്നെ ഞാൻ വിചാരിക്കുമോ ഞാൻ എന്തിനാ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ വീഡിയോസ് ഒന്നും കൊള്ളത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ വെറുതെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടപ്പം എൻ്റെ ചാനലിലെ കണ്ടന്റ്സ് അത് എങ്ങനെയുള്ളതും ആയിക്കോട്ടെ, അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. എനിക്കിപ്പം എൻ്റെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 60 ആണ്, 60. ഈ 60 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 60 പേർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമല്ലോ, അവരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യാം, ചാനൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രോഷേ വർക്കൊക്കെ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ക്രോഷയുടെ പാറ്റേൺസ് താല്പര്യമുള്ളവർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് സാധാരണ ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള യാൻസ് വെച്ചിട്ടാണ് ക്രോഷേ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഹോബി സ്റ്റോർ ഉണ്ടല്ലോ, മാജിക് നീഡിൽസ്, അപ്പം ആ ഒരു സൈറ്റിൽ നിന്നും കുറച്ച് യാൻസ് വാങ്ങാമെന്ന് കരുതി. എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം. അത് കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നതാണല്ലോ, അപ്പം അങ്ങനെ വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ആക്രാന്തം കാരണം അപ്പം തന്നെ ആ പാക്കറ്റ് മുഴുവൻ പൊട്ടിച്ചിട്ട് യാണെല്ലാം ഞാൻ എടുത്ത് നോക്കി എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുള്ള യാൻസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്രോഷേ ചെയ്യുന്നവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ നൂലൊക്കെ എങ്ങനെയുള്ളതാന്നൊക്കെ ഉള്ളതെന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ പാക്കറ്റ്, ഒരു അൺബോക്സിങ് പോലെയൊക്കെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്നലെ ഞാൻ തുറന്ന് നോക്കിയതാണ്, എന്നാൽ ഇന്നൊന്നും കൂടെ വീഡിയോ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രോഷേ വർക്ക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുണ്ടെങ്കിൽ സോറി. ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ കൂടുതലും ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ, ക്രോഷേ റിലേറ്റഡ് വീഡിയോസ്, പിന്നെ ജേർണലിംഗ് വീഡിയോസ് ഒക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് വെക്കാട്ടോ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ആക്കുക. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള യാൻസ്. ഇത് മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള യാൻസ് ആണ്. നല്ല പാക്കേജിങ് ആണ് കേട്ടോ ഇവരുടെ. എല്ലാം നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് നോക്കിയതാണ്, എന്നാലും ഒന്നും കൂടെ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ 4 ടൈപ്പ് യാൻസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടോ വാങ്ങുന്നത്. കണ്ട ഇത്രയും യാൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇത്രയും യാൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കോട്ടൺ യാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അക്രിലിക് ഉണ്ട്, പിന്നെ ഷെനൈൽ യാൺ ഉണ്ട്. അപ്പം ഇത്രയാണുള്ളത്. അപ്പം ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പൊ ആദ്യം ഞാൻ വാങ്ങിയിട്ടുള്ള ഈ കോട്ടൺ യാൺസ് ആണ്. ഇത് അരാൻ കോട്ടൺ യാൺ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രേ കളറും പിന്നെ ബ്രൗൺ കളറും പിന്നെ വൈറ്റ് പിന്നെ ബ്ലാക്ക് പിന്നെ ഒരു ബീച്ച് കളർ ഇത്രയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ നൂല് നല്ല കട്ടിയാട്ടോ, നല്ല കട്ടി എന്ന് പറഞ്ഞാൽ നല്ല എത്ര വലിച്ചാലും പോരത്തില്ല അങ്ങനെ. ഞാനപ്പോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ സ്റ്റിച്ച് ആണെങ്കിലും എന്താണ് നല്ല കട്ടിയാണ് കേട്ടോ. ഞാനൊരു ബാഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബ്രൗൺ ആൻഡ് ബീച്ച് കളറിലുള്ള യാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ അതിൽ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്, മീഡിയം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള യാണാണ് ഈ ഒരു ലില്ലിയാക്ക് എന്നാണ് ഇതിന്റെ കളറിന്റെ പേര്. ഇത് പ്രീമിയം അക്രിലിക് ആന്റിപിൽ DK ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണെങ്കിലും ഇതിന്റെ നൂല് എനിക്കിത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെ തോന്നിയത് കേട്ടോ. അത്രയും കട്ടിയില്ല. സാധാ ഒരു അക്രിലിക് ആന്റിപ്പിളിയാണ്. ഇത് വെച്ച് ഞാൻ പ്രൊജക്ട് ചെയ്യണം. ഇനി അടുത്തത് DK കേക്ക് ആണെന്ന് പറഞ്ഞിട്ടൊരു യാണാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു ഈ ഒരു ഷേപ്പ് കണ്ടാണ് ഇവര് കേക്ക് ആണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്ക് അക്രിലിക്കിന്റെ യാണിനെക്കാളിലും കുറച്ചും കൂടെ കനം കുറഞ്ഞൊരു യാണായിട്ടാണ് തോന്നിയത് ഇങ്ങനെ കാണുമ്പോൾ. ഇനി ഇത് വെച്ചുള്ള പ്രൊജക്ട്സ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ച ഷെനൈൽ യാണാണ്. അപ്പൊ ഇതിന് 96 റുപ്പീസ് ആയിരുന്നു കണ്ടത്. അപ്പൊ ടർക്വൈസ് കളർ ഉണ്ട്. ഞാൻ പിന്നെ വേറൊരു കളറും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റിച്ചുകളൊന്നും കാണാൻ പോലും പറ്റത്തില്ല, അത്രയും അതുപോലത്തെ ഒരു യാണാണിത്. അപ്പൊ ഇതിന്റെ ബൾക്കി ഉണ്ട്, സൂപ്പർ ബൾക്കി ഉണ്ട്. ഇതിന്റെ ഞാൻ ചെയ്തപ്പോഴാണെങ്കിലും സ്റ്റിച്ചുകളൊന്നും കാണാത്ത പോലെ എന്താണ് നല്ല പ്ലഷീസ് ഒക്കെ ചെയ്യാനൊക്കെ നല്ലതാന്ന് തോന്നുന്നു. അപ്പൊ ഇത് വെച്ച് ഓരോ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കണമെങ്കിലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു ഐവറി കളറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും യാൺസ് ആണ് ഞാൻ ടോട്ടൽ വാങ്ങിയത്. അപ്പൊ ഞാൻ വാങ്ങിച്ച യാൺസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇനി ഞാന് ഈ ഒരു യാണ് ഇതുപോലത്തെ നമ്മള് കടകളിൽ പോയിട്ട് കമ്പിളി നൂലെന്ന് പറയുമ്പം അവരിങ്ങനെ എടുത്തു തരാറുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള നൂലുകൾ വെച്ചിട്ടുള്ള ക്രോഷയാണ് ഞാൻ ആദ്യം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് ഇതുപോലത്തെ തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്ത ഒരു വർക്കായിരുന്നു ഈ ഒരു ഗ്രാനി സ്ക്വയർ കണ്ടോ. അപ്പൊ ഇത് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചസ് ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു വർക്ക് ചെയ്തപ്പോഴാട്ടോ. അപ്പൊ ഇതാണ് ആദ്യത്തെ. പിന്നെ ഞാൻ ചെയ്തതാണ് ഈ 2 ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറീസ്. അപ്പൊ ഇതിന്റെ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ സീഡിന്റെ പ്ലേസ്മെന്റ് അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ വീട്ടില് ഇവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ സംഭവം കണ്ടോ. ഇതാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഞാനിത് അമിഗുരുമി ബോൾ ചെയ്ത് പഠിച്ചതാട്ടോ. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ബോൾ ചെയ്ത് പഠിച്ചതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് പാണ്ടക്കുട്ടനാട്ടോ ഇത് കണ്ടോ. ഇത് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ്. ഇത് കണ്ണ് ഞാനിങ്ങനെ ഒരു സേഫ്റ്റി ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ അത് ഊരി മാറ്റിയതാണ് ഇപ്പം. പക്ഷെ ഇതാണ് എൻ്റെ ഇത് ഞാൻ കോട്ടൺ യാൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വർദ്ധമാൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കൂൾനിറ്റ് യാൺ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയേട്ടോ. ഇത് ഭയങ്കര പെർഫെക്റ്റ്. ഇവിടുത്തെ സ്റ്റിച്ചിങ് ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ഇത് ചെയ്തപ്പോൾ എനിക്ക് അമിഗുരുമി പ്രൊജക്ട്സ് ചെയ്യാനും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു പാണ്ടക്കുട്ടനെ ചെയ്തപ്പോഴാട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു അമിഗുരുമി പ്രൊജക്ട്. പിന്നെ ഞാൻ ചെയ്തതാണ് ഈ ഒരു ലില്ലി ഓഫ് വാലി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ. ആൻഡ് ഇത് എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അമിഗുരുമി പ്രൊജക്ട്സ് ചെയ്തപ്പോഴേ അത് ചെയ്ത് പഠിച്ചതിനകത്ത്. അപ്പൊ ഇതിന്റെ സ്റ്റിച്ച് ഫ്രണ്ടും ബാക്കും ആയപ്പോ ഞാൻ ബാക്ക് വശമാണ് ഫ്രണ്ടിലാക്കിയേക്കുന്നത്, ഫ്രണ്ടാണ് ബാക്കിലാക്കിയേക്കുന്നത്. പക്ഷെ ഇത് എൻ്റെ സിസ്റ്ററിന് ഞാൻ ഇതുപോലെ തന്നെ ഒരെണ്ണം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചെയ്തത് ആ കുഞ്ഞ് ഒരു പാണ്ടക്കുട്ടിനെ ചെയ്തതാ.
ഭയങ്കര കുഞ്ഞു ആവാൻ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ഒരു പെൻഗ്വിനാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ യാണോണ്ടാ ചെയ്ത, കോട്ടൺ യാണോണ്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇവൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇവനെ കാണാനായിട്ട്, കണ്ട. ഓക്കെ, പിന്നെ ഞാൻ ഇതിന്റെയും കണ്ണെടുത്ത് മാറ്റി. ഇത് ഞാനൊരു ബിയർ കരടിക്കുട്ടനാണ്. അമിഗുരുമി ഞാൻ ചെയ്ത് പഠിച്ചതാട്ടോ ഇതിനകത്തൊക്കെ, കണ്ടോ, ഇതൊക്കെ ഞാൻ ചെയ്ത് പഠിച്ചതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഈ ഒരു പട്ടിക്കുട്ടനെയാണ്, കണ്ടോ. ഇവന്റെ വാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ പാറ്റേൺസ് ഒക്കെ യൂട്യൂബിൽ ഓരോ ചാനൽസിൽ, എനിക്ക് ചാനലിന്റെ പേര് ഓർമ്മയില്ല, കുറെ ചാനൽസ് ഉണ്ട്. അപ്പൊ ഓരോന്നോരോന്നൊക്കെ കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ ഇവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ചെയ്തത് ഒരു ക്രോഷറ്റ് റോസ് ആണ്, കണ്ടോ, റോസാപ്പൂ ആണ്. ഇത് ഞാൻ അക്രിലിക് യാൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും രസമുണ്ട് കാണാൻ. ഇതുപോലത്തെ കുറെ എണ്ണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ബൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് വെറുതെ, ഇത് ഇടയ്ക്ക് ലവ് ആണ്, ഇങ്ങനെ ലവ് ഇങ്ങനെ വന്നിട്ട് കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞ, ഞാൻ ഇതൊക്കെ ചെയ്ത് പഠിച്ചതാട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞ ഈ ഗ്ലാസ് ഹോൾഡർ ആണ്. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോൾ ഇതിന്റെ സ്റ്റിച്ച് എവിടേക്കോ എന്തൊക്കെയോ തകരാറ് പോലെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് പെർഫെക്റ്റ് സാധനം അല്ല. ഞാൻ ചെയ്ത് പഠിച്ചതാണ്. കോട്ടൺ നൂല് വെച്ചിട്ട് ഞാൻ ചെയ്ത് പഠിച്ചതാട്ടോ. കോട്ടൺ നൂല് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. ഇത് ചെയ്ത് പഠിച്ചതാണ്. അത് ശരിയായിട്ടില്ല, എന്നാലത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം കറൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർക്കായിട്ടോ. ഇത് ശരിക്കും ഒരു റാബിറ്റ് ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഇതിന്റെ ഈ ഒരു പാർട്ട് മാത്രം ചെയ്തു. പിന്നെ ഇതിന്റെ ഒരു കൈ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ, ഇതിന്റെ കൈ ചെയ്തു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഹെഡ് ചെയ്യണം, ഇതിന്റെ ഇയേഴ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഞാൻ അക്രിലിക് യാൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ നൂല് കണ്ട, ഇത് കുറച്ച് കട്ടിയുണ്ട്, കണ്ട, കോട്ടന്റെ ടൈപ്പ് നൂലല്ല. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയാണ് ഉള്ളത് ഞാൻ ചെയ്തത്. അപ്പം ഇനി അടുത്തടുത്തടുത്ത് കുറെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കുറെ എണ്ണം ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് ഓർഡർ ആയിട്ട് ഞാൻ എൻ്റെ പുതിയ ഈ ക്രോഷറ്റിന് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി ഇനിയും ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.